നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതിന് ശേഷം യൂത്ത് കോൺഗ്രസ് എന്ന യുവ സംഘടനയ്ക്ക് നേതാവില്ലാത്ത അവസ്ഥയാണ്. ഒരു തരം നാഥനില്ല കളരിയാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിക്ക് ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ്റെ ചുമതല കൊടുത്തിരിക്കുകയാണ്. എന്നാൽ അബിൻ വർക്കിയെ പ്രസിഡന്റാക്കാൻ ഷാഫി പറമ്പിൽ ഉൾപ്പെടുന്ന വിഭാഗം സമ്മതിക്കുന്നില്ല എന്നാണ് ഏറ്റവും വലിയ പ്രശ്നം. ചുരുക്കത്തിൽ യൂത്ത് കോൺഗ്രസിന് ഇപ്പോൾ നേതാവില്ലാത്ത അവസ്ഥയാണ്. ഏറ്റവും അധികം സമരങ്ങളും പ്രക്ഷോഭ പരിപാടികളും പ്രതിഷേധ പരിപാടികളും യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ അരങ്ങേറേണ്ട ഒരു സമയത്ത് ആ പ്രസ്ഥാനത്തിന് നേതാവില്ലാത്ത അവസ്ഥയാണ്. അബിൻ വർക്കിയെ ഒരു കാരണവശാലും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആവാൻ സമ്മതിക്കില്ലെന്നാണ് ഷാഫി പറമ്പിൽ പക്ഷം പറയുന്നത്. എന്നാൽ യൂത്ത് കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് ശേഷം ഏറ്റവും അധികം വോട്ട് കിട്ടിയ ആളെന്നുള്ള നിലയ്ക്ക് അബിൻ വർക്കി തന്നെയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാവാൻ ഏറ്റവും യോഗ്യൻ. അത് പാർട്ടിയിലെല്ലാവരും സമ്മതിക്കുന്നുമുണ്ട്. എന്നാൽ ഒരു കാരണവശാലും അബിൻ വർക്കിയെ അടുപ്പിക്കില്ല എന്നുള്ള ദൃഢനിശ്ചയത്തിലാണ് ഷാഫി പറമ്പിൽ പക്ഷം. എ ഗ്രൂപ്പുകാരനായ KM അഭിജിത്തിനെയോ KC വേണുഗോപാൽ ഗ്രൂപ്പുകാരനായ KU ജനീഷിനെയോ സംസ്ഥാന അധ്യക്ഷനാക്കണമെന്നാണ് എ ഗ്രൂപ്പുകാർ അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ വിഭാഗം വാശി പിടിക്കുന്നത്. രമേശ് ചെന്നിത്തല ഗ്രൂപ്പുകാരനായ അബിൻ വർക്കിയെ സംസ്ഥാന പ്രസിഡന്റ് ആക്കിയാൽ യൂത്ത് കോൺഗ്രസ് തങ്ങളുടെ കയ്യിൽ നിന്നും വഴുതിപ്പോകുമെന്നുള്ള ഭയമാണത്രേ എ ഗ്രൂപ്പിനുള്ളത്. എന്നാൽ KC വേണുഗോപാലിൻ്റെ മനസ്സിലും അബിൻ വർക്കിയുടെ പേര് തന്നെയാണെന്നുള്ള സൂചനകളുണ്ട്. കാരണം KC വേണുഗോപാലിൻ്റെ കേരളത്തിലെ പ്രതിപുരുഷനായ വണ്ടൂർ MLA AP അനിൽകുമാർ അബിൻ വർക്കി പ്രസിഡന്റ് ആകുന്നതിൽ എതിർപ്പ് പ്രകടിപ്പിക്കുന്നില്ല. അനിൽകുമാർ എതിർപ്പ് പ്രകടിപ്പിക്കുന്നില്ല എന്നാൽ അതിനർത്ഥം KC വേണുഗോപാലിന് കാര്യമായ എതിർപ്പില്ല എന്ന് തന്നെയാണ്. ഇതാണ് എ ഗ്രൂപ്പിനെ വെട്ടിലാക്കുന്നത്. അവരുടെ കയ്യിൽ ഇരിക്കുന്ന കാലാകാലങ്ങളായി അവരുടെ കയ്യിലിരിക്കുന്ന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം കടുത്ത ഐ ഗ്രൂപ്പുകാരനായ രമേശ് ചെന്നിത്തലയുടെ വിശ്വസ്തനായ അബിൻ വർക്കിക്ക് കൈമാറിയാൽ പിന്നെ യൂത്ത് കോൺഗ്രസ് അവരുടെ പിടിയിൽ നിൽക്കില്ല എന്നുള്ള ഭയം ഷാഫി പറമ്പിലിനും മറ്റ് എ ഗ്രൂപ്പ് നേതാക്കൾക്കുമുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും അബിൻ വർക്കിയെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാക്കാൻ അവർ സമ്മതിക്കുകയില്ല. എന്നാൽ അബിൻ വർക്കിയെ പ്രസിഡന്റ് ആയില്ലെങ്കിൽ കടുത്ത പ്രതികരണം ഉണ്ടാകുമെന്നാണ് രമേശ് ചെന്നിത്തല അടക്കമുള്ള സീനിയർ നേതാക്കൾ പറയുന്നത്. കാരണം എന്തുകൊണ്ടും പ്രസിഡന്റ് ആവാനുള്ള അർഹതയും യോഗ്യതയും അബിൻ വർക്കിക്ക് തന്നെയാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിന് ശേഷം വോട്ട് തേടിയത് ഏറ്റവും അധികം വോട്ട് ലഭിച്ച ആൾ അബിൻ വർക്കിയാണ്. അങ്ങനെയാണ് അദ്ദേഹം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയത്. അപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് മാറുമ്പോൾ അല്ലെങ്കിൽ സ്ഥാനം ഒഴിയുമ്പോൾ പിന്നെ ആകേണ്ടത് ഏറ്റവും അധികം വോട്ട് വാങ്ങി ജയിച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ അബിൻ വർക്കിയാണല്ലോ. എന്നാൽ അബിൻ വർക്കി വേണ്ട എന്ന് ഉറച്ചു നിൽക്കുകയാണ് ഷാഫിയും PC വിഷ്ണുനാഥും അടക്കമുള്ള എ ഗ്രൂപ്പ് നേതൃത്വം. ഇതാണ് ഐ ഗ്രൂപ്പിനെ ചൊടിപ്പിക്കുന്നത്. KC വേണുഗോപാൽ ആകട്ടെ മനസ്സ് തുറന്നിട്ടില്ലെങ്കിലും അബിൻ വർക്കി പ്രസിഡന്റ് ആവുന്നതിൽ അദ്ദേഹത്തിന് എതിർപ്പൊന്നുമില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. യൂത്ത് കോൺഗ്രസിൻ്റെ ഇലക്ഷൻ പ്രോസസ്സിങ്ങിൽ പോലും പങ്കെടുക്കാത്തയാളാണ് KU ജനീഷ് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തെ പ്രസിഡന്റ് ആക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല എന്നും ഐ വിഭാഗം പറയുന്നു. അതുകൊണ്ട് അബിൻ വർക്കിയെ തന്നെ പ്രസിഡന്റ് ആക്കിയേ അടങ്ങൂ എന്നാണ് ഐ വിഭാഗം പറയുന്നതെങ്കിൽ എന്തു വന്നാലും തങ്ങൾ അതിനെ എതിർക്കുമെന്നാണ് ഷാഫിയുടെ നേതൃത്വത്തിലുള്ള എ ഗ്രൂപ്പുകാർ പറയുന്നത്. ഏതായാലും ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നാഥനില്ല കളരിയാണ്. ആരാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് എന്ന് ചോദിച്ചാൽ ചുമതല വഹിക്കുന്നത് അബിൻ വർക്കിയാണെന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. കാരണം ഏറ്റവും അധികം പ്രക്ഷോഭങ്ങൾക്കും മറ്റ് പ്രതിഷേധ പരിപാടികൾക്കും അവസരം അല്ലെങ്കിൽ അത് നടത്തേണ്ട സമയത്ത് പിണറായി സർക്കാരിനെതിരെ സമരമുഖം തുറക്കേണ്ട സമയത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ അന്താളിച്ചു നിൽക്കുകയാണ് ഈ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിനൊരു പ്രസിഡന്റിനെ കണ്ടെത്തിയേ മതിയാവൂ എന്ന അവസ്ഥയിലേക്ക് കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ യോഗ്യനും അർഹനും അബിൻ വർക്കിയാണെങ്കിലും അബിൻ വർക്കിയെ പ്രസിഡന്റ് ആക്കാൻ സമ്മതിക്കില്ല എന്നുള്ള കടുംപിടുത്തത്തിലാണ് എ ഗ്രൂപ്പും ഷാഫി പറമ്പിലും.